ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ സമയം ഏതാണ്ട് 5 മണിയായിട്ടുണ്ട്. നമ്മളൊരു ക്യാമ്പിങ്ങിന് പോകാനുള്ള സെറ്റപ്പാണ് സുഹൃത്തുക്കളെ. ക്യാമ്പിങ് അല്ലേ? നമ്മൾ ഒരു വട്ടം പോയിട്ടുണ്ട്. പക്ഷെ അന്ന് അടിപൊളിയായിരുന്നു. നമ്മള് എണ്ണപ്പനയിലല്ലേ പോയത്, അന്ന് അടിപൊളിയായിരുന്നു. നമ്മൾ അതിനുശേഷം പിന്നെ നമ്മള് ക്യാമ്പിങ്ങിനൊന്നും പോയില്ലായിരുന്നു. പോണോന്ന് വെക്കും, പക്ഷെ നടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് എന്തായാലും അങ്ങ് പോവാന്ന് വിചാരിച്ച്. മിക്കവാറും മഴയും പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മഴയുണ്ട്, നല്ല കോളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മള് വണ്ടിക്കകത്ത് സകല സാധനം പറക്കി കയറ്റി ഇരുട്ടാവും എന്തായാലും. ഇത് രാത്രി ആയിരിക്കും കേട്ടോ. വിറക്, സകലമാന സാധനം ഉണ്ട്. അന്ന് നമ്മള് വിറകൊന്നും കൊണ്ടുപോയില്ലേ. ടെന്റ് ഉണ്ട്, വെള്ളം, പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങള്. കാട്ടിന്റെ കീഴിൽ പോവാം. ഇന്ന് കൊത്ത് കിട്ടും മിക്കവാറും പാമ്പിന്. നമ്മൾ ഒത്തിരി ദൂരെയൊന്നും അല്ല കേട്ടോ, ഇവിടെ കുറച്ച് അങ്ങോട്ട് പോയാൽ മതി, അടുത്താണ്. ഇത് നല്ലൊരു മല കേട്ടോ, ഭയങ്കര ഒരു കുന്നിന്റെ കൊണ്ടയിലാ ഇത്. നല്ല ഓഫ് റോഡാ. ഞാൻ ഓടിക്കാം. നിങ്ങള് എന്റെ വിശ്വാസമില്ലേ? അല്ല, ഇതൊരു വിശ്വാസക്കുറവോട്ടാ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ എടുക്കാം കുന്നിന്റെ കൊണ്ടേ. തിരിച്ചു വരുമ്പോ ഞാൻ എടുക്കാം കേട്ടോ. തിരിച്ചു വരുമ്പോ ഞാൻ ഓഫ് ചെയ്യും ഒറ്റ ഇറങ്ങത്തി. നേരെ ഇറങ്ങി നിൽക്കാനേ വെളിയിൽ. അച്ഛൻ ഫ്രണ്ട് ഇരി ബോണറ്റിന്റെ കേട്ടാ. ഇവിടുന്ന് ഇരിക്കണ്ട. ഫ്രണ്ടിൽ കയറുന്ന പുറകെ കയറുന്നു. എന്നെ ആ താഴെ ആ അടിവാരത്ത് ഇറക്കിയത് കേട്ടോ. ഇല്ല, ഞാൻ ഫ്രണ്ടിൽ ഇരിക്കും. ഞാനും മാമന് ഫ്രണ്ടിൽ ഇരിക്കും. അവിടെ ചെന്നിട്ട് ഈ ഫ്യൂവലിന്റെ ഗേജ് കംപ്ലൈന്റ് ആയി കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ ഈ ബ്ലിങ്ക് ഇങ്ങനെ കത്തി കിടക്കുക. We have to protect animals. ഞാൻ നാട്ടുകാരായിട്ടൊക്കെ ഭയങ്കര മിംഗ്ലിംഗ് ആയിട്ട്. എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചു എന്ന് പറയുമ്പോഴേ അവര് കല്ലെടുക്കും. കോ എന്ന് പറഞ്ഞാൽ മതി. എന്റെ നാട്ടിൽ ഒന്ന് എന്നെ പേരും തിരക്കും. ഒരാള് മോശം ഒരാൾക്ക് അറിയത്തില്ല, അതുകൊണ്ട് മോശം പറയുന്നില്ല. That is truth. എല്ലാവരും ഓക്കെ. മതുപ്പ ഇന്ന് കണ്ടത്തിലായാലും ഓഫ് റോഡിങ് ഇതാകുമ്പോ എളുപ്പമായി. എണ്ണച്ചെലവും കുറവായി. ഇതിൽ താഴെ ഇറങ്ങിയ ഓക്കെ, നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പോണ്ടേ, ആ കാണുന്ന മല കണ്ടോ, അങ്ങ് അവിടെയാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. വേണ്ട, ഇതുവഴി കയറിയിട്ട് വേണം പോകാനായിട്ട്. നിങ്ങളുടെ റോഡെല്ലാം ഫുള്ള് ഇതുപോലെ പൊളിഞ്ഞു കിടക്കാം. പക്ഷെ വീഡിയോ കാണുമ്പോ അത്രയ്ക്ക് തോന്നുന്നില്ല. ആ കാണുന്ന വഴി. ഞാൻ നടന്നു വരാം. അമ്മയാണോ ബോണറ്റ് ഇരിക്കാൻ? ഇത് സുഖമായിട്ട് കയറി പോകും. അത് സൂപ്പറായിട്ട് കയറി പോകുമ്പോ അത് ആ വഴി അങ്ങനെ നോക്കണ്ട, അത് പോവും വണ്ടി. അവിടെ വേസ്റ്റ് ആയി കൊണ്ടിട്ടേക്കണല്ലേ. ഇതിന്റെ താഴെ അവിടെ 6 ആണ് കേട്ടോ. അത് മണ്ടേ കയറുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. 6 വട്ടത്തിലാറ്. പണ്ട് കുറെ ദുർമരണങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് എല്ലാരും പറയുന്നത്. ഇല്ലേച്ചാ? അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞാണോ? പിന്നെ നമ്മളിപ്പോ ഫുള്ള് വന്ന് ഭയങ്കര പ്രേതക്കളിയാ. എനിക്കെന്തോ ഇഷ്ടമായി. കേറ് അമ്മ, ഫ്രണ്ടി ഇരി. അച്ഛൻ ഫ്രണ്ടി കേറി എപ്പോഴേ. വെൽഡൻ. അയ്യോ, ഹനുമാൻ കീറിട്ടില്ല. ഒരു മിനിറ്റ്, 4x4 ആക്കിയില്ല. അതെ, ഈ സാധനം ഇവിടെ ലോഡ് ചെയ്യട്ടെ, ഇറക്കട്ടെ ഇതില്. വിഷയം പത്തിക്കാരനാണോ കേറി പോന്നോക്കിയേ? കേറിക്കോ. നോക്കി, കാലയും കടക്കെ വെള്ളം നോക്കി. മാമി നന്നായിട്ട് പേടിച്ചിരിക്കട്ടെ. ഇത് ആദ്യമായിട്ട് അതിനുള്ള സംഭവം. ആരായണോ ശരിക്കാ, വാ ഇങ്ങോട്ട് വന്നോ. നല്ല ഹൈറ്റ്. അങ്ങോട്ട് നോക്കിയാ കോടയൊക്കെ കാണാമ്മ, അടിപൊളിയില്ലേ?
ഇനി ഇവിടുന്ന് നമ്മൾ എങ്ങനെ ഇറങ്ങി പോവും? വണ്ടിയാണോ പഞ്ചറായ? എവിടെ ഏതാ കുഴി നോക്കിയ മറിയും. അമ്മ എന്തിനു കിടന്ന്? അത് ഞാൻ അടിച്ചല്ല, കൈ താനെ കൊണ്ടതാ. നിങ്ങളുടെ കന്നാസൊക്കെ മറിഞ്ഞു പോയി. ഓ നിന്നെ നീ ആദ്യമായിട്ടല്ലേ? ഇനി അധികം ദൂരമില്ല, അവിടം വരെ ഉള്ളത്. ഉള്ള ഇതൂടെ കയറാം. ആ കയറിക്കോ. പഠിക്കാൻ എന്തുവാ? എനിക്ക് ഓടിക്കണം. ഓടിക്കുന്നതാ എന്നാ പേടിയുണ്ടോ ഇങ്ങനെ പോവാൻ? എവിടെ കേറി കേറി ഇനി ഒത്തിരി വന്നടേ. ഹൈറ്റ് നോക്കിയേ, ഏതോ ഹൈറ്റ് നോക്ക്. നല്ല ഹൈറ്റിലായി കേട്ടോ. പോവാം. നീ ഒരു രണ്ടും കണ്ട് ഓടിച്ചോ. എനിക്കൊന്നും കാണുന്നില്ല കേട്ടോ. നോക്കി ഇറങ്ങണം കേട്ടോ, കുത്തിറക്കോ. ഇല്ല അവിടെ ഇരുന്നോ. മതി. നല്ല ഇറക്കോ, നല്ല കുത്ത. ഇവിടുന്ന് നമ്മള് താഴെ പോയാ ചാവുവേ. നീ റോഡ് നോക്കി പോ. എനിക്ക് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കല്ല എന്റെ മൈൻഡ്. പേടിയുണ്ടോ? ഇല്ലില്ല, ഞാൻ എടുത്തോളാം. അങ്ങോട്ട് ഒന്നും മറ്റൊന്നുമില്ല. അപ്പുറത്ത് അങ്ങോട്ട് പിടി. ഇപ്പുറത്ത് നീ നേരെ നോക്ക്, കിട്ടുന്നത് മതി. നല്ല ഓഫ് റോഡ് കേട്ടോ. ആറും മന്ത്രം രാമായണ ഇവിടുത്തെ റോഡ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. റോഡൊന്നും ഇല്ല. എന്റെ ദൈവമേ, ഇത് ഏത് ഹൈറ്റിലാ വണ്ടി നോക്ക്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് റോഡില്ല. ഇനി അതുവഴി വേണം നമുക്ക് കയറി പോകാനായിട്ട്. നോക്ക്, അമ്മയെ മിക്കവാറും ഇറക്കേണ്ടി വരും. അച്ഛൻ തോണ്ടേ റോട്ടിൽ നിന്ന് കല്ലൊക്കെ എടുത്ത് മാറ്റാം. കേറുവോ ചാ? ഇതിന്റെ മണ്ടേ സ്ഥലം ഉണ്ടോ? അയ്യോ, കേറാൻ എന്തായാലും. അമ്മ അതിനകത്ത് പേടിച്ചിരിക്കുക. ഇളവിയ കല്ല, അതുകൊണ്ട് ശകലം കൊടുത്തു കഴിക്കും. ആ നല്ലത്. കേറി ഒരു സ്ഥലത്ത് വന്ന കേട്ടോ. ഇത് ഇവിടെ ഫുള്ള് കാടാണ്. നമുക്ക് ടെന്റ് അടിക്കാനുള്ള സെറ്റപ്പിന് വേണമെങ്കിൽ ഇനി ഇവിടെ എല്ലാം വൃത്തിയൊക്കെ ആക്കിയാലേ പറ്റും. അമ്മക്ക് പേടിയായോ? ഈ വണ്ടി ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുന്ന എനിക്കറിയാമോ? എനിക്കറിയില്ല, കണ്ടിട്ടുണ്ട്. വണ്ടി ടിവിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പോകുന്നതൊക്കെ. അമ്മ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ കേറി വരുന്നേ? ഇവര് കിടന്ന് ഓടിയേട്ടോ. നിങ്ങളുടെ ഊപ്പാട് വന്നല്ലേ? സ്ഥലം നോക്കണ്ടേ? അപ്പുറത്തെ വഴിയാണെങ്കിൽ ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ വന്നിട്ടില്ലല്ലോ. നമ്മള് തിരിച്ചിറങ്ങി പോവാട്ടോ. ഇവിടെ സ്ഥലമില്ല, നിരപ്പുമില്ല, അതുപോലെ മൊത്തം കാട്. പൊക്കി തട്ട അമ്മേ തട്ട്. ആടാ കുഴിയില് നല്ല കുഴിയാട്ടോ ഇത്. നമ്മളെല്ലാരും ഉണ്ടല്ലോ, കുഴപ്പമില്ല.
മാങ്ങ ഒന്നേ വേണ്ട. വെള്ളവും കാലവും ഒക്കെ എന്റെ കാലിലായിരിക്കുന്ന. ഫൈനലി നമ്മളൊരു സ്പോട്ട് കണ്ടുപിടിച്ച് സെറ്റ് ചെയ്തു. വേണ്ട, വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ അത്യാവശ്യം സ്ഥലമുണ്ട്, വൃത്തിയാണ് കേട്ടോ. നമുക്ക് ഇവിടെ കുക്ക് ചെയ്യാം. ടെന്റ് ഇവിടെ തന്നെ അടിക്കാം. മഴ പൊടിയുന്നല്ലേ? നമുക്ക് ഇന്ന് പോണോ? പോണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ അതുവഴിയാണ് കേട്ടോ കയറിപ്പോ. അങ്ങ് മണ്ടേ പോയി, അങ്ങ് പോയി. പക്ഷെ അവിടെ ഫുള്ള് കാടായതുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ ഓക്കെ അല്ലേ? ഇവിടെ ഓക്കെ, സെറ്റാണ്. തുടങ്ങിയല്ലോ പരിപാടി. അയ്യോ, രാത്രി ആവാറായി കേട്ടോ. പുള്ളി കുറച്ചൊക്കെ കഴിയുമ്പോൾ ഇരുട്ടാ. നമുക്ക് അതിന് മുമ്പ് നമുക്ക് ടെന്റ് സെറ്റ് ചെയ്യണം. ഒരു സംഭവം ഇതെല്ലാം മറന്നുപോയി. ടെന്റ് സെറ്റ് അറിയില്ല. ഇതല്ല, ഫസ്റ്റ് ഇതിന്റെ കമ്പെടുക്കണം. അച്ഛനെ അന്ന് കാണിച്ചു തന്നില്ലായിരുന്നു. പക്ഷെ ഒരു വിഷയം എന്ന് വെച്ചാലേ, ഈ ടെന്റ് മഴ പെയ്താലും നനയും. ഇത് തുണീൻ്റെതാ. അല്ല, നനയും. നല്ല മഴയാണെങ്കിൽ നമുക്ക് കാരണം വണ്ടിക്കകത്ത് കയറാം. ആ, വണ്ടി നനയുമല്ലേ. ഓക്കെ, സോ നമ്മൾ ടെൻ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ട, അച്ഛൻ ഗ്രില്ലിനുള്ള കല്ലൊക്കെ ഇവിടെ കൊണ്ടുവച്ചേ കേട്ടോ. കിട്ടിയാ? അരയ്ക്കാൻ കല്ല് കിട്ടിയാ? ഇവിടെ സെറ്റ് ആക്കിയില്ലേ? ഓ, അച്ഛൻ പോയി അരകല്ലൊക്കെ സെറ്റ് ആക്കി കൊണ്ടുവന്ന്. കൊള്ളാട്ടോ, അടിപൊളി. ഈ കല്ലുണ്ടെങ്കിലേ പറ്റി. ഇത് കാറ്റല്ല, അത് മണ്ണ് പൊടിയത്തില്ലെന്ന് അത് തെരഞ്ഞെടുത്ത്. ഓ, അമ്മിക്കല്ലൊക്കെ സെറ്റ് ചെയ്ത് അച്ഛൻ. ഓ, കാട്ടുവാസി തന്നെ. ഓ, ഇത് പാറക്കല്ല അല്ലേ? അതും പാറക്കല്ല, ഇതും പാറക്കല്ല, കരിക്കല്ല. നമ്മള് മറ്റേ ഇടിച്ച് പൊട്ടിക്കണ സാധനം മറന്നുപോയി കേട്ടോ. ഏതാ വൈബ്. ടെന്റ് സെറ്റ് ചെയ്ത് എവിടെ പോയാലും ജീവിക്കും. കഞ്ഞി വെച്ചു എവിടെ പോയാലും. ജീവിതം. അയ്യോ, മഴ പൊടിയാണേ. നമ്മളയ്യത്ത കാന്താരി കേട്ടോ. നമ്മള് വിളയിച്ച കാന്താരി. വിളയിച്ച കാന്താരി നമ്മളയ്യത്ത് ഉണ്ടോളവാ. ശ്രീതോ പറിച്ചത് ഇത് ഇത്ര. ഇതൊക്കെ മാറ്റി തീ എത്തിക്കാൻ പോണ. തീ എത്തിക്കുന്നല്ലേ? പിന്നെ ഒഴിച്ചാണ്ട് കഴിക്കുമെന്നാണോ? കണ്ടോ കണ്ടോ? ചെറുക്കനാ അങ്ങനെ. അരച്ചെടുക്കാൻ കേട്ടോ സാധനം. ഇഞ്ചി കളയണ്ടെടുത്ത് വണ്ടിക്കകത്ത് ചെറുപ്പം. ഓ, എന്റെ മണം. അത് മണമുള്ളതാണേ. ഹായ്, മഴ പെയ്യുന്നു. അടിപൊളി. ടെന്റിനകത്ത് കയറി കിടന്നാലും നനയുമെന്ന് അറിയത്തില്ല കേട്ടോ. അമ്മ ടെന്റ് അടിച്ച് അനത്ത് കയറിയെന്നാ നനയത്തില്ലല്ലോ. എല്ലാരും നനഞ്ഞ് മഴ പെയ്യണ്. ഏത് വൈബാ. ഓ, ടാർപ്പയും കൊണ്ടാണോ എന്നാ? ഇത് എനിക്ക് വേണം. അതെന്തുവാ? നമ്മളെല്ലാരും നനയുമ്പോ അങ്ങ് സ്വന്തമായിട്ട് നനഞ്ഞാ മതി. ആ പിന്നെ അമ്മ അച്ഛ ഓവർകോട്ടൊക്കെ ആയിട്ട് വന്നത്. ഇത് കാന്താരിയാണ് കേട്ടോ അരയ്ക്കുന്നത്. മൊത്തത്തിൽ നിന്ന് എരിഞ്ഞ് കയറും. അത് താഴെ എത്തണം കേട്ടോ, എന്നാലേ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് വൈബ് കുക്കിംഗ് എന്ന് വെച്ചാൽ ഇതാ അല്ലേ? ഡു യു അഗ്രി? ഓ, അടിപൊളി കേട്ടോ. കോട വന്നിറങ്ങിയാച്ചാ. കോടയായി. ഇല്ല, ഇതെനിക്ക് കോടയാന്നിത്. ടെന്റിൽ കയറുന്ന ടെന്റിനകത്ത്. അമ്മ വാമ ടെന്റിനകത്ത് കയറി നോക്കാം. വെള്ളം കയറിയാ? എടേ, നമ്മുടെ ടെന്റിൽ വെള്ളം കയറി. എവിടെ കയറി? ഇതിനകത്തുനിന്ന് കയറി നോക്കട്ടെ. ഞാൻ നനയൂല്ലേ നോക്കാലോ. അടിപൊളി. ഇല്ല നനയത്തില്ല. കേറിയേ. എന്ത് കൊള്ളാലേ? താങ്കളാണ് ടെന്റ് നിർമ്മിച്ചത്. താങ്കളുടെ നിർമ്മാണത്തിന്റെ കണ്ണ് കാണുന്നില്ല, പുകഞ്ഞ്. താങ്കളുടെ കാപ്പാത്തുങ്കോ. ഹലോ, മസാല സെറ്റ് ചെയ്തെടുക്കാം ആദ്യം. എല്ലാം ഭയങ്കരമായിട്ടൊന്നും ചതയ്ക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ലേശം ഉപ്പ്, മഞ്ഞപ്പൊടി. വേട്ടയാടി പിടിക്കണ്ടെന്ന് ശരിയാ. മസാലപ്പൊടി, നാരങ്ങ നീര്.
മസാലപ്പൊടി, നാരങ്ങനീര്, വെള്ളം കൂടും. വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. വാട്ടർ വെച്ച് കൂടി ഇപ്പൊ തന്നെ കൂടി. വേണ്ട വെള്ളം കൂടി കിടക്കണ. വെളിച്ചെണ്ണ മിക്സ് വെല്ല് മിക്സ്. എന്തൊരു മണം വെച്ചാ. ഇട് ഇളക്കച്ചാ. ഇത് ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ഒതിഞ്ഞ് ഈ കാന്താരിയുടെ ടേസ്റ്റ് വേറെ ആയിരിക്കും. അടിപൊളി സാധനമായിരിക്കും. അടുത്തിട്. ഉപ്പൊക്കെ കറക്റ്റ് തന്നെ. ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്ക് തീ കത്തിക്കുമ്പോഴത്തേന് ഇത് സെറ്റ് ആവും. ടൈമില്ല കേട്ടോ. നേരെ ഇരുട്ടുന്നതിന് മുമ്പ് തീയെങ്കിലും കത്തിച്ചെടുക്കണം. വെള്ളം കൂടും. ഇപ്പൊ വെള്ളം കൂടും. അതങ്ങ് അകത്തെടുത്ത് വെക്കാം. വേണ്ട, അല്ല വെള്ളം വെക്കാൻ പാത്രം. ഓ ശരി. എടാ ഇത് ഈ ടാർപ്പ് ഇതുപോലെ പിടിച്ചില്ലേ കത്തിക്കാൻ പറ്റത്തില്ല കേട്ടോ. നനയത്തില്ല ചാ. ഈ എണ്ണ എന്തിനാന്നറിയാവോ? ബ്രോസ്റ്റർ ഉണ്ടാക്കിയതാ. അതിന്റെ തീ കത്തിക്കാൻ വെച്ചേ. ഞാൻ മൊത്തം നനഞ്ഞ കേട്ടോ. ഒഴിക്കട്ടെ. ഓയിലൊഴിച്ചോ. നനഞ്ഞില്ലേ? ഒഴിച്ചാ എണ്ണ ഒഴിച്ചായിരുന്നു. ഇച്ചിരി പാടാ. പേപ്പർ ഉണ്ടോ? ഡീസൽ എടുക്കണോ വണ്ടിന്ന്? മറ്റേ ആ ഒരു ഇതിങ്ങെടുക്കാവോ? ഡീസൽ എടുത്താൽ കത്തും. ഇപ്പൊ കത്തും. അമ്മയ്ക്ക് ഒരു കന്യാസ്ത്രീ ലുക്കൊക്കെ. ഈ അച്ഛനാണ് ഈ എണ്ണ എടുത്ത് ഒഴിച്ച്. അല്ല ഇതിപ്പോ എപ്പോഴാ കത്തിയെന്നറിയോ? ഒരു മനുഷ്യൻ 1.5 മണിക്കൂറായിട്ട് ഇതും പൊക്കിക്കൊണ്ടിരിക്കുക. പോസ്റ്റ് എന്ന് പറഞ്ഞ ഇതാണ് പോസ്റ്റ്. ഇപ്പൊ കത്തും. 1 ലിറ്റർ പച്ചവെളിച്ചെണ്ണ ഭാര്യ ഒഴിച്ചിട്ട് മണ്ടത്തരോ കാണിക്കുന്നത്. ഇതാ ഉണങ്ങിയ വിറവായിരുന്നത്. എണ്ണ തീ പിടിച്ച നല്ലതായിട്ട് പിടിക്കും. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഡീസൽ എടുക്കണോ വണ്ടീന്ന്? ഡീസൽ എടുത്ത് ഇപ്പൊ കത്തും. പൈപ്പ് ഇല്ലല്ലേ? ടാങ്ക് ഊരി എടുത്താലാ? വേണ്ടല്ലേ. നമ്മള് അത്ര ഞാൻ ഭയങ്കര വൈൽഡായിട്ട് ചിന്തിക്കുന്നു. കത്തി കേട്ടോ, കത്തി പുകയൊക്കെ വരുന്നുണ്ട്. ഞങ്ങള് തീ കണ്ടുപിടിച്ചു. അത് മേരി പറയത് ചടായിലെ പാറയുണ്ടോ? അത് ജടായി പാറ. ഇത് ഇവിടുത്തെ ഒരു പാറ, കരിമ്പാറ. അച്ഛ കോട ഇറങ്ങി വെച്ച ഇവിടെ. കോടയായി. ഇതാട്ടോ നമ്മുടെ ഗ്രില്ല്. അച്ഛാ പറക്കി വെക്കച്ചാ. അയ്യോ ഭയങ്കര ഫയർ ആയിട്ടോ. കാട്ടു ഫയർ. അച്ഛന്റെ ഫയർ ഇപ്പൊ സെറ്റായി കാണൂല്ലേ? അതിന്റെ മണ്ടേ കുറച്ച് ഐറ്റംസ്. ഓ ലുക്ക് ഇമ്പോർട്ടന്റ് അല്ലേ? ഇത് കണ്ണാടി പക്ഷെ കണ്ണ് കാണത്തില്ല. അമ്മു ഇനി ബാക്കി നമുക്ക് അതിനകത്ത് വെച്ചേരാ. അടച്ചു പോയി. എത്ര പേരാന്നറിയോ ചിക്കൻ താഴെ പോവാൻ പിടിക്കായിരിക്കുന്നത്. ഒരു കാരണവശാലും പോവാൻ പാടില്ല. വെച്ചിട്ടുണ്ട്. അച്ഛ ഫയറിങ് കൂടുതലാണോ അച്ഛാ? ഇല്ല. ഇത് കോമഡി ആവുകയാ. മഴയാണ്. ഇല്ല. ഈ തീ അണഞ്ഞു പോയാൽ ചിലപ്പോ നമുക്ക് നടക്കത്തൂല്ല കേട്ടോ. അതുകൊണ്ട് നമ്മള് അങ്ങനെ അങ്ങ് വെച്ചിട്ടുണ്ട്. പൊറോട്ട അല്ല, അരിപ്പത്തിരി. ചൂടാക്കട്ടെ. അത് ചൂടാക്കി അതായത് വേവട്ട് എന്നിട്ട് മതി. വൻ ഫയറിങ്. അടുപ്പൊക്കെ നമ്മള് കല്ലൊക്കെ സെറ്റ് ചെയ്യും. എന്റെ അമ്മ വെന്താ എടേ വെന്ത്. ഇത് തിരിച്ചു മറിച്ച് വെക്കണം കേട്ടോ. ഭയങ്കര തീയായോണ്ട് ഇത് കരിഞ്ഞടേ. ഇത് ഹെവി ഫയറിങ്. ഇനി തീ കുറച്ച് കടലിട്ടാലോ? പിന്നെ ഗ്യാസ് അല്ലേ? തീ കുറച്ച് കടലിടാ. ഇനി ഫ്രണ്ടി പിടിച്ചു. പക്ഷെ കണലായി കഴിഞ്ഞാ പിന്നെ തീ മറിക്കണം. ഇതിന്റെ മണ്ട ഇച്ചിരി ഒഴിച്ചിട്ട്
ഇത് ലംബക്കി, ഇത് നിറമാറി പക്കി. സംഭവം അടിപൊളിയായിട്ട് വന്നു കേട്ടോ. കുറച്ച് കൂടെയൊക്കെ കരിഞ്ഞിട്ടുണ്ട്, തീ ഇത്ര കൂടുതലാണ് കുറച്ച്. ഇനി നമുക്ക് പത്തിരിയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. പത്തിരി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയൊന്നുമല്ല, പാക്കറ്റാ. അച്ഛ ഈ കരിഞ്ഞിരിക്കുന്ന എന്തുവാന്നറിയാമോ? മുളകാണ് കേട്ടോ, മുളവാണ്, ചിക്കനല്ല കരിഞ്ഞത്. ഓ പായൊക്കെ എടുത്ത് വെച്ചിട്ടോ. 3 മെഴുകുതിരിയിലേ ഇരിക്കുന്ന. എൻ്റെ ഫോണിലാണ് ചാർജ് കുറവാ. സെറ്റ്. ഇച്ചിരി അവിടെ ഇവിടെ ഇപ്പോൾ കറുത്തിരിപ്പുണ്ട്, അത് കുഴപ്പമില്ല. ഇത് മുളകാണ് കേട്ടോ, ഈ കരിഞ്ഞൊക്കെ ഇരിക്കണം. വേണ്ട, അത് മുളകാണ്. ഓരോ പീസൊക്കെ സെറ്റ്. സെറ്റ് എവിടെ ഒരു രക്ഷയില്ല, അടിപൊളി, സൂപ്പർ. എങ്ങനെയുണ്ട്? എനിക്ക് ഇലയാണ് കേട്ടോ, ഇല കാന്താരി കിടക്കുന്നൊക്കെ ഉണ്ടോ? പീസൊക്കെ ഇടുവോ? സെറ്റ്. അങ്ങനെ സോഫ്റ്റ്, അടിപൊളിയായിട്ട് കുക്കായി കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എല്ലാം കറക്റ്റ്. ചൂട്. നമ്മൾ ഈ എവിടെയെങ്കിലും പോയിരുന്നൊക്കെ എങ്ങനെയെങ്കിലും വെച്ചാണ്ടല്ലേ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഭയങ്കര ടേസ്റ്റ്. ഇതുപോലായിരുന്നു അന്ന് ആ ബിരിയാണി വെച്ചത്, മട്ടൻ ബിരിയാണി. സത്യ മിക്സിയിലൊക്കെ ഇട്ട് അരച്ച് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് വെച്ചാലും ഇവിടുന്ന് ഒരു കല്ലും എടുത്ത് ഇടിച്ച് കല്ലിനകത്തിട്ട് ചതച്ച്, അതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര ടേസ്റ്റ്. ഭയങ്കര ടേസ്റ്റ്. പത്തിരിൻ്റെ കൂടെ അങ്ങോട്ട് കഴിച്ചു നോക്കാം. കാന്താരിയും കൂടെ അങ്ങോട്ട് എടുത്ത് വെക്കാം നമുക്ക്. അതിൻ്റെ ചുണ്ടക്കരി ഇത് നിറമാറിപ്പൊക്കെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ്. ലംബക്ക് അത്ര പോരാ. ഉപ്പ് പാകം. അത്ര വേണമായിരുന്നു ഉപ്പ്. നമുക്കിനി ഓരോ കട്ടലൂടെ ഇട്ട് കുടിക്കാം. അച്ഛ ഇന്ന് പോണ അച്ഛ നമ്മള് നമുക്ക് ഇവിടെ കിടന്നാലേ? നമുക്ക് രാവിലെ പോവാം. ഡേയ് ദാരി ഇവിടെ എടുത്ത് വെച്ചാ വണ്ടി എഞ്ചിനൊക്കെ ഉള്ളതല്ലേ? അതെ, ഒരു ഗ്ലാസ്സേ ഉള്ളു കേട്ടോ. ഞാൻ ഇതിനകത്ത് കുടിക്കാം. നമ്മള് ചരുവത്തില് പാത്രത്തിലെ കുടിക്കും. അച്ഛൻ കലത്തിനകത്ത് കുടി. അളിയൻ ഡീസൽ ടാങ്ക് ഊരി കൊണ്ടുപോകും. എനിക്ക് ദൂരോട്ട് പിടി തരാ, ചൂട്. വരുന്ന പന്നി വരും. അച്ഛ ഇവിടെ പന്നി ഉണ്ടാ? കാണൂലേ? ഈ പന്നി കുത്തുവോ? ഇല്ലേ? എനിക്ക് കുടിക്കാനാ. അച്ഛൻ നമുക്ക് പോണ്ട അച്ഛ ഇന്ന്. എടാ നീ ഇവിടെ കിടന്ന പാവരിച്ചേക്കല്ലേ, ഞങ്ങള് പോയിട്ട് രാവിലെ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കടയിൽ നിന്ന് വേണമെങ്കിൽ മേടിച്ചു തരാൻ വേവിച്ചോ. ഇത് ഈ പായുടെ മണ്ടയിൽ ഇത് എടുത്ത് വെച്ചിട്ട് ഇവിടെ കിടന്നു. എനിക്ക് ഒരു ബിരിയാണി കൂടെ ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾ പോക്കോ. ഞാൻ ഈ ടെന്റിനകത്ത് വണ്ടി എടുത്തോ, ഞാൻ പോകില്ല. ശരി, ഞാൻ ഇവിടെ സർവൈവ്. ഞാൻ 24 മണിക്കൂർ ഇവിടെ സർവൈവ് ചെയ്യാം. ബിരിയാണി മേടിച്ചിട്ട് തന്നാ നീ ഇവിടെ കിടക്കുമല്ലേ? ഉണ്ടാക്കി തരണം. ഉണ്ടാക്കി തരണം. ഒറ്റയ്ക്ക് എനിക്ക് ഉണ്ടായില്ല. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന. ഞാൻ മേടിച്ചിട്ട് പോയി മേടിച്ച്. വേണ്ട, എനിക്ക് ഉണ്ടാക്കണം. ഇത് ഇവിടെ കുക്ക് ചെയ്ത് തന്നിട്ട് ഇവിടെ നിൽക്കാല്ല. അതിനല്ലേ ബിരിയാണി ഉണ്ടാക്കി. ഈ ഒരു വീഡിയോ അതിന്റെ പേ അടുത്ത ചലഞ്ച് വീഡിയോ കൊച്ചിന് നാളെ രാവിലെ വിളിച്ചുണ്ട്. അവിടെ കിടക്കട്ടെ. ആണോ? ഓക്കെ, ഗുഡ് നൈറ്റ്. വണ്ടി എടുക്ക്. ഈ തളയ്ക്കൊന്നും ഒരു സ്നേഹമില്ല ഇവർക്ക്. കൊണ്ട് കളഞ്ഞിട്ട് പോവാ. വണ്ടി എടുക്ക്. നിങ്ങൾ വരുമ്പോ ഞാൻ ഇവിടെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഇവിടുന്ന് മിസ്സായി. ഒരു വിവരവും ഇല്ല. എന്റെ ഫോണും ഇല്ല, ഒന്നുമില്ല. പോലീസ് സ്റ്റേഷൻ ഉള്ളത് കൂളായിട്ടേ പറയണ. ഇല്ല, നമ്മൾ ആദ്യം വന്ന് ഈ കാടെല്ലാം തീ കത്തിക്കും.
എന്നിട്ട് ഇവിടെ ഉണ്ടോ നോക്കണ്ടേ? നമ്മൾ ഇവിടെ ആക്കിട്ട് പോയതാ. അപ്പൊ രാവിലെ വന്നിട്ട് ഇതെല്ലാം തീ കത്തിക്കും. നമ്മക്ക് ഇതുകൂടെ കുടിച്ചിട്ട് വീട്ടിൽ പോവാം. ഇല്ല ബിരിയാണി വെച്ചിട്ടല്ലേ പോകുന്നു. വേണ്ട. പക്ഷെ എല്ലാരും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യം പറഞ്ഞ് നിൽക്കും. പക്ഷെ നമ്മൾ ഒറ്റപ്പെട്ട് തിന്നു നോക്ക്, റെഡിയാവും. ഈ വണ്ടി തന്ന് ഇവിടെ വണ്ടി കുട്ടിയൊന്നും ഇല്ല, ഇവിടെ നിക്കണം. പിന്നെ ഞങ്ങളങ്ങനെ പോകും. തറ കിടക്കാക്കൂല. ഇതിനകത്ത് കയറിയാ മതി. ഈ ടെന്റിനകത്ത്. പിന്നെ ടെന്റ് ഫുള്ള് കവറാ. ഈ ടെന്റ് ഇവിടെ കഴിച്ചിരുന്നല്ലേ ഈ പന്നി വരുന്നത് നേരെ പാറയാന്ന് പറഞ്ഞൊരു ഒറ്റ ഇടി ഇടിക്കും. അച്ഛൻ കല്ല് പോലെ നിൽക്കണം, സ്ട്രോങ് ആയിരിക്കണം. അതാണ്. ഓക്കെ, ഇപ്പൊ ഇനി സാധനമൊക്കെ എല്ലാം പറക്കിയെടുത്ത് അകത്ത് കയറ്റിയിട്ട് പോകുക കേട്ടോ. ഒത്തിരി ലേറ്റ് ആയി. എങ്ങനെ ഉണ്ടായിരുന്നു ക്യാമ്പിങ്? അടിപൊളിയായിരുന്നു. കൊള്ളായിരുന്നല്ലേ? ക്യാമ്പിങ്ങിന് അച്ഛനകത്ത് കയറി പോലും ഇല്ലല്ലേ ആ സാധനത്തിനകത്ത്? അതിനകത്ത് കയറിയില്ലേ? നമുക്ക് ജോലിയില്ലായിരുന്നു. ചിക്കൻ പിന്നെ മഴയായിപ്പോയി. നനഞ്ഞില്ലേ? മഴ പെയ്തോണ്ട് നമ്മള് ഇച്ചിരി ലാഗൊന്നും ആയില്ല. എല്ലാം നമ്മള് പെട്ടെന്ന് സെറ്റ് ആക്കി. മഴ പെയ്തെങ്കിൽ അതൊന്നും നമ്മളെ ബാധിച്ചൊന്നുമില്ല. വെള്ളമൊന്നും ഒഴിക്കണ്ടായിരുന്നു മസാലയ്ക്കകത്ത്. സംഭവം എന്തായാലും അങ്ങനെ വെച്ചോണ്ട് നമ്മളെപ്പോ പോയാലും എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടേസ്റ്റ് കിട്ടും. സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സൂപ്പർ. എന്തായാലും കേസ് അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് വേറെ എവിടെയും കിട്ടുന്ന സ്പോട്ട് നോക്കിയിട്ട് നമുക്ക് നല്ല സ്ഥലത്ത് പോയി നമുക്ക് കുക്ക് ചെയ്ത് ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴത്തേന് വേറൊരു ഫീലാണ്. എന്തായാലും ഇനി വണ്ടിയും ഫുള്ള് കുളമാണ് കേട്ടോ. ഇനി വണ്ടി കൊണ്ട് കഴിയണം. അപ്പൊ അത്രയുള്ള ഈ ഒരു വീഡിയോ. ഹോപ്പ് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള വെറൈറ്റി വീഡിയോ ആണെന്നൊരു ബൈ.